ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കാര്യമാക്കിയിട്ടുണ്ടോ? എന്തായാലും അവസാനം നീ പറയുന്നത് കേൾക്കണം, നീ പറഞ്ഞതേ നടക്കൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കേണ്ടത്? നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും? നമുക്കെന്ന് എന്തിനാ നീ പറയുന്നേ? നിനക്കെന്ന് പറ. എന്റെ വേറെ ഒരു സുഹൃത്തുക്കളും എന്നെ ഏകാധിപതിയായിട്ട് കാണുന്നില്ല. അവരെല്ലാവരും എന്നെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നതും ഞാൻ പറയുന്നതിനും ഓക്കെ പറയുന്നത്. എന്നെക്കാളും ബെറ്റർ ഐഡിയ ആരെങ്കിലും തന്നാൽ ആ നിമിഷം തന്നെ ഞാൻ എല്ലാം നിങ്ങൾക്ക് വിട്ടുതരാം. അതിനു പകരം സീനിയർ ആയവനും അതുപോലെ പരിചയമില്ലാത്തവനും ഒക്കെ വന്ന് എനിക്ക് ലീഡർ ആകണമെന്നൊക്കെ പറഞ്ഞാ അത് ബിസിനസ് ആവില്ല, പൊളിറ്റിക്സേ ആവും. എനിക്കറിയാം നീ വലിയ ബുദ്ധിശാലിയാന്ന്. ഞാൻ വിഡ്ഢിയൊന്നുമല്ല, എനിക്കും ബുദ്ധിയുണ്ട്. എന്റെ തലയിലും ഐഡിയകളൊക്കെ വരും. ഐഡിയ ഉണ്ടെന്ന് വെച്ച് ആരും ബോസ് ആയിക്കൊള്ളണമെന്നില്ല. ഐഡിയകൾ എത്രയ്ക്ക് യുണീക്കാണ്, എത്രയ്ക്ക് യൂസ്ഫുൾ ആണ്, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ എത്ര വേഗം നമുക്ക് റിസൾട്ട് കിട്ടും, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഐഡിയയുടെ ക്വാളിറ്റി. ആ ക്വാളിറ്റിയിൽ ഞാൻ കുറച്ച് മുമ്പിലാ, നീ വെറും ലാസ്റ്റ് ബെഞ്ച്. എന്നെ നീ അപമാനിക്കുന്നോ? ഇരിക്കടാ, എടുത്തിയാട്ടം നല്ലതിനല്ല. അവരുടെ വാക്കുകളിൽ ലോജിക് ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിച്ചിരിക്കും. എനിക്കാരോടും തർക്കിച്ച് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കേ. ക്യാഷ് വല്ലതും ആണോ? എത്ര വേണം? എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഔദാര്യമായിട്ട് വേണ്ട. പങ്ക് വേണം എനിക്ക്. നിനക്ക് ഷെയർ തരാൻ നീ ആരാ? എന്റെ ചേട്ടനോ അതോ അനിയനോ അതോ രക്തബന്ധത്തിലുള്ളവനോ? എനിക്ക് നാഗമാണിക്യം വേണം. അതിലുള്ള എന്റെ പങ്ക് അതെനിക്ക് കിട്ടിയേ പറ്റൂ. അതിനുശേഷം നിന്റെ ഒരു സഹായവും വേണ്ട എനിക്ക്. നടക്കില്ല. നീയും നിന്റെ മന്ത്രവാദിയും ചേർന്ന് ഞങ്ങളെ പറ്റിക്കുകയാണ്. എല്ലാരെയും വഞ്ചിച്ച് നിനക്കത് അനുഭവിക്കാനായിരിക്കും. സത്യം പറ, നാഗമാണിക്യം നീ വിറ്റില്ലേ? അത് വിറ്റ് കിട്ടിയ പണം കൊണ്ടല്ലേ നീ ഇത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്? ആ പണം കയ്യിൽ വെച്ചിട്ടല്ലേ പിച്ചക്കാശ് പോലെ ഞങ്ങൾ എറിഞ്ഞെന്ന് ഞങ്ങളെ വായടപ്പിച്ചത്? നോക്ക്, നാഗമാണിക്യം നീ തനിയെ പോയി എടുത്തതല്ല, അത് ഞങ്ങൾ എല്ലാവരും കൂടി ജീവൻ പണയം വെച്ച് എടുക്കാൻ സഹായിച്ചതല്ലേ? അതുകൊണ്ടാ ചോദിക്കുന്നത്, അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ഷെയർ വേണമെന്ന്. അതെടുക്കുന്നവരെ ഞങ്ങളെ എല്ലാരെയും യൂസ് ചെയ്ത് ഇപ്പൊ കറിവേപ്പില പോലെ എടുത്ത് കളയുന്നോ? ഞങ്ങൾ നാഗമാണിക്യം ചോദിക്കുമെന്ന് പേടിച്ച് അത് ഞങ്ങളിൽ നിന്ന് നീ മറച്ചു വെച്ചില്ലേ? ഇപ്പൊ നീ അതെടുത്ത് വിറ്റല്ലേ? ജീവൻ പണയം വെച്ചും കൂടെ നിന്ന് ഞങ്ങളോട് തന്നെ നീ വിശ്വാസവഞ്ചന കാണിച്ചില്ലേ? നിർത്തടാ, നിന്റെ ഇഡിയറ്റിനെ പോലെ സംസാരിക്കരുത്. എവിടെയായിരുന്നടാ നീ? എവിടെയൊക്കെയോ ആയിരുന്ന നിങ്ങളെ കൂടെ കൂട്ടിയത് ഞാനാ. നാഗമാണിക്യം പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യിച്ചത് ഞാനാ. നമ്മളെല്ലാവരും ചേർന്ന് നാഗമാണിക്യം കൈക്കലാക്കിയെങ്കിലും 23 വർഷമായിട്ട് അത് ഉത്തരവാദിത്തത്തോടെ സംരക്ഷിക്കുന്നത് ഞാനാ. ഏത് നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്നോ, ഏത് ഭാഗത്തുനിന്ന് ആ നാഗങ്ങൾ എന്റെ വീട്ടിൽ കയറി എന്റെ കുടുംബത്തെ ആക്രമിക്കുമെന്നോ ചിന്തിച്ച് ഓരോ നിമിഷവും എന്റെ ജീവൻ പണയം വെച്ചാ ഞാനിവിടെ ജീവിക്കുന്നത്. ഏയ് സാമ്രാട്ട്, ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നിങ്ങളെയൊക്കെ ടിഷ്യൂ പേപ്പർ പോലെ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു ഞാനെങ്കിൽ ആ നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിയ ആ നിമിഷം തന്നെ എല്ലാത്തിനെയും തീർത്ത് കളഞ്ഞാണ് ഞാൻ. അത് ചെയ്യാതെ
23 വർഷങ്ങളായിട്ട് നിന്റെയൊക്കെ ഭാരവും കൂടിയാ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കുന്നത്. നമ്മളൊക്കെ ഒന്നാണെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് നീ എന്റെ മേൽ ആരോപണങ്ങൾ ചുമത്തുകയാണല്ലേ? ഇനി ഒരു വർഷം, ഇനി ഒരേ ഒരു വർഷം ആ നാഗമാണിക്യത്തെ കുറിച്ച് സംസാരിക്കരുത്. അത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പൊന്മുട്ടയിടുന്ന താറാവിനെ ഒറ്റയടിക്ക് കൊല്ലരുത്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് എന്താ? നിന്റെ കയ്യിൽ ഇപ്പോഴും ആ നാഗമാണിക്യം സേഫായി ഇരിക്കുന്നുണ്ടെന്നാണോ? അതേടാ, ആ നാഗമാണിക്യം ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. ശരി, നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നാഗമാണിക്യം എവിടെയാണെന്ന് കാണിക്കേ. എന്താടാ ഷോക്കായി പോയോ? നിനക്കത് കാണിക്കാനാവില്ലേ? പറ്റില്ല. ആ സ്ഥലം അതീവ രഹസ്യമായിരിക്കണമെന്ന് ഗുരുക്കൾ അന്ന് എന്നോട് പറഞ്ഞതാ. ആ, ഇതിന്റെ പേരാണ് ലോക്ക്. ഈ ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നീ ഞങ്ങളെല്ലാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ലോക്ക് ഉപയോഗിച്ച് എന്റെ തലയും വായും മൂടിക്കെട്ടാമെന്ന് വിചാരിച്ചോ? ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഗുരു പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. ആദ്യം നീ അതെനിക്ക് കാണിക്ക്, എന്നിട്ട് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. നീ പറയുന്നത് പോലെ ഇനിയും ഒരു വർഷം വാ മൂടി ചുമ്മാതിരുന്നോളാം. ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് കാണിക്ക്. നടക്കില്ല. നടക്കില്ലെന്ന് പറഞ്ഞ ആ നാഗമാണിക്യം നീ കൊണ്ടുപോയി വിറ്റെന്ന് സമ്മതിക്ക്. സാമ്രാട്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ആ നാഗമാണിക്യം കാണിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്റെ മുതലാളി അങ്ങനെ തൊട്ടാ നിന്നെ ഇവിടെ ഞാൻ തീർത്തുകളാം കേട്ടോ. പൊന്നം ആരാ എന്താന്നൊന്നും ഞാൻ നോക്കിന്ന് വരില്ല. എന്റെ മുതലാളിയെ കുറിച്ചൊരു വാക്ക് വേണ്ടിയോ നിന്റെ അതി എന്റെ കൈ കൊണ്ടായിരിക്കും. മനസ്സിലാടാ നന്ദീശ, ഇവിടെ വാ. കൊള്ളാം നന്ദീശ, നിന്റെ മുതലാളിയുടെ ജീവന് ആപത്തുണ്ടാക്കാൻ വന്ന ഒരു കീടത്തെ നിസ്സാരമായിട്ടെടുത്ത് കളഞ്ഞില്ലേ? ഞാൻ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ്യത നീ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുക. എനിക്ക് ചോറ് തരുന്ന കൈക്കാരെങ്കിലും കടിക്കാൻ വന്നാ മുന്നും പിന്നൊന്നും നോക്കാതെ നന്ദീശൻ പ്രതികരിക്കും. മുതലാളി കണ്ടല്ലോ ഞാൻ. മുതലാളി എന്നെ അപ്പൊ തടഞ്ഞതുകൊണ്ട് മാത്രമാ അവനിപ്പോ ജീവനോടിരിക്കുന്നത്. മുതലാളി ഇല്ലാത്ത സമയത്ത് വല്ല ആയിരുന്നെങ്കിൽ നാക്കനക്ക് ആ സെക്കൻഡിൽ തന്നെ അവനെ തല്ലിക്കുഞ്ഞ കായല് താഴ്ത്തിയനെ. കൂൾ 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 കൂൾ, റിലാക്സ്. നിനക്കെന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്കറിയാം. പക്ഷേ കുറച്ച് പേടിയുള്ളത് നല്ലതാ. എന്നെ പേടിക്കാനല്ല, നിയമത്തെ പേടിക്കണം, നമ്മുടെ ശത്രുക്കളെ പേടിക്കണം. ഭയവും ഭക്തിയൊക്കെ എനിക്ക് ഒരാളിൽ മാത്രമേ ഉള്ളൂ മുതലാളി. നിങ്ങളെ തൊട്ടതിന്റെ കാരണമൊന്നും എനിക്കറിയണ്ട. ദൈവം പോലും വേണ്ട എന്റെ കൂടെ. ഈ ശരീരത്തിൽ ജീവൻ ബാക്കിയുള്ളത് എന്റെ മുതലാളിക്ക് വേണ്ടിയാ. നീ ആരെയെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോയാ നിന്നെപ്പോലൊരു നല്ല സ്നേഹിതനെ എനിക്ക് എവിടെ കിട്ടും നന്ദീശ? ദേഷ്യമോ ആവേശമോ ഒക്കെ സഹജമാ. എന്നുവെച്ച് വിവേചനമില്ലാതെ പെരുമാറിയ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ ഗുരുതരമായിരിക്കും. ഞാനൊരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മരണം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? എന്നും ഉണ്ടാവും മുതലാളി. പിന്നെ മറ്റൊരു കാര്യം നീ ഓർമ്മ വെച്ചോ,
നാഗമാണിക്യം അന്വേഷിച്ച് ആര് വന്നാലും അവരെ നമ്മുടെ ശത്രുക്കളാക്കാൻ പാടില്ല, ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. അവർക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റൂ. അവരെന്തൊക്കെ സഹായം ചോദിച്ചാലും നമ്മൾ ചെയ്തും കൊടുക്കണം. എന്റെ വിനയവും സഹനശക്തിയുമാണ് കഴിഞ്ഞ 23 വർഷങ്ങളായിട്ടുള്ള എന്റെ ശക്തി. ദുരാഗ്രഹത്തിനും പിടിവാശിക്കും ഞാനും അടിമയായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലിക്കേറിയും തമ്മിൽ തല്ലിയും നശിച്ചേനെ എല്ലാവരും. അവൻ എന്നോട് കാണിച്ച ദേഷ്യം കൊണ്ടോ നീ അവന്റെ മേൽ കൈവച്ചതിലുള്ള ദേഷ്യം കൊണ്ടോ നാഗമാണിക്യത്തിന്റെ കാര്യം പുറത്തറിയരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി മുതലാളി. ഞാൻ ചെയ്ത് തെറ്റാ, ദയവായിട്ട് ക്ഷമിച്ചാലും. ദേഷ്യം വന്നാൽ അടച്ചു പിടിക്കണം. പൊട്ടിത്തെറിച്ചാൽ അതെല്ലാവർക്കും വലിയ അപകടമാണ്. നമ്മൾ ആരെയും കൊല്ലണ്ട, അവർക്ക് നമ്മളിൽ ഭയം ഉണ്ടായാൽ മതി. മലട്ടിക്കൊണ്ടിരിക്കുന്ന തീഷ്ണമായ ആ കണ്ണുകളെ പറ്റി ആലോചിക്കുകയാണ്. ഏത് കണ്ണുകളാണത്? അതേ കണ്ണുകൾ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് അതിഥിയായി എത്തിയ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ. ആ കണ്ണുകൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ആ കണ്ണുകളിൽ എന്തോ പ്രത്യേക തേജസ് ഒളിഞ്ഞിരിക്കുന്നു. എനിക്ക് സംശയമുണ്ട് ഭദ്ര. ആ വീട്ടിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശക്തിക്ക് ക്ഷതമേൽപ്പിച്ച ആ നാഗം അവളായിരിക്കുമെന്ന സംശയം ഏറി വരുന്നു. പറയൂ ഗുരു, അങ്ങയുടെ സംശയ നിവാരണത്തിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ? ചെയ്യാം. നിങ്ങളാൽ കഴിയുന്നത് ഏറെയുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് കൽപ്പിച്ചാലും. അങ്ങയുടെ സംശയം ആവുന്നത്ര വേഗത്തിൽ സാധൂകരിക്കാം. മുൻപേ തന്നെ ദിഗ്വിജയൻ എല്ലാ പരിശോധനകളും നടത്തിയതാണല്ലോ. അവൾ നാഗമല്ലെന്ന് അവർ തെളിയിച്ചതല്ലേ? എന്നെ എതിർക്കുന്ന ശക്തി, എന്റെ അസ്ത്രങ്ങളെ തോൽപ്പിച്ച ആ ഘോര ശക്തി, ആ പെൺകുട്ടി നാഗമാണെന്ന സത്യം മറച്ചു വെക്കുവാൻ സാധ്യതയില്ലേ? ആയിരിക്കാം ഗുരു. പക്ഷേ ആ വീടിന്റെ സർവ്വകോണിലും നാഗനാശകം വെച്ചിരുന്നതല്ലേ? ആ നാഗനാശകത്തിനും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ആ നാഗനാശകങ്ങൾ കിടക്കടിയിൽ മാത്രം വെക്കുവാനാണ് പറഞ്ഞത്. അവനും അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ ഒരു പക്ഷേ അവൾ ആ സ്ഥാനങ്ങളിൽ സ്പർശിക്കാതെയാണ് വന്നിരുന്നതെങ്കിൽ അവൾ ഒരു കാരണവശാലും നാഗമായി മാറില്ല ഭദ്ര. അതെല്ലാം സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങ് ചെയ്ത യാഗം പോലും അവളെ നാഗരൂപത്തിലാക്കിയില്ലല്ലോ. മാത്രമല്ല, ആ വീട്ടിൽ അങ്ങ് ചെയ്ത ദിഗ്ബന്ധനവും യാതൊരു ഫലവും കണ്ടില്ലല്ലോ. എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും ഒന്നും തന്നെ വിജയം കണ്ടില്ലല്ലോ. ആ മറ്റൊരു ശക്തി ഇതിൽ നിന്നെല്ലാം അവളെ രക്ഷിച്ചതാണെങ്കിലോ? സാധ്യത ഉണ്ട് ഗുരു. അതിനാൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് സംശയം തോന്നുന്ന വ്യക്തികളെയെല്ലാം പരിശോധിച്ചേ മതിയാകൂ. പരിശോധിക്കാൻ എന്താണ് ഇനി ഒരു മാർഗമുള്ളത്? അത് മുഴുവനായിട്ടും വേര് സഹിതം തളിരിലകളും കൊണ്ടുവരണം. തീർച്ചയായും കൊണ്ടുവരാം. അതിനൊപ്പം മുഴുവൻ ജന്മകുണ്ടലിയും വേണം. എത്ര വേഗത്തിൽ നിങ്ങൾ ഈ ജോലി തീർക്കുന്നുവോ അത്രയും വേഗം അവളുടെ ജീവൻ എടുക്കുവാനാകും.
പക്ഷേ അങ്ങീ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഗുരു? അത് വെച്ചു പരിശോധന നടത്തിയാൽ അത് മനുഷ്യ സ്ത്രീയാണോ അതോ നാഗമാണോ എന്ന രഹസ്യം മനസ്സിലാക്കുവാൻ കഴിയും. ആ, എവിടെയാണ് ഗുരുദേവ? അങ്ങ് എവിടെയാണ്? ശിവാനി, ത്രയംബകന്റെ മന്ത്രശക്തി കാരണമാണ് നിന്റെ ശക്തിക്ക് ക്ഷയം സംഭവിച്ചത്. നിനക്ക് നൽകിയിരുന്ന കാലാവധിയും അവസാനിക്കാറായി. ആ കാര്യം എനിക്ക് മനസ്സിലായി ഗുരുദേവ. അതിന് അങ്ങയുടെ സഹായം തേടിയാണ് ഞാൻ ഇപ്പോൾ വന്നത്. ആദിശേഷനെ കണ്ടെത്തിയാൽ മാത്രമേ നാഗമാണിക്യത്തെ സംബന്ധിച്ച സമ്പൂർണ്ണ വിവരവും ലഭിക്കൂ. നിന്നിൽ അവശേഷിക്കുന്ന സർവ്വ കരുത്തും കൂട്ടിച്ചേർത്ത് ആദിശേഷനെ നീ കണ്ടുപിടിക്കൂ. ഓർമ്മയിരിക്കട്ടെ ശിവാനി, അവിടെ ഒരു അപകടവുമുണ്ട്. ഒരു പ്രാവശ്യം നീ നിന്റെ തപശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്നിൽ മറ്റൊരു ശക്തിയും അവശേഷിക്കില്ല. പിന്നെ നിനക്ക് ആ ശക്തി തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാർക്കോടക അമാവാസി കഴിയുക തന്നെ വേണമെന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ. ഇനി എന്റെ ആദ്യത്തെ ഉദ്യമം ആദിശേഷനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എനിക്കെന്റെ എല്ലാ ശക്തികളും ബലിയർപ്പിക്കേണ്ടി വന്നാലും അതിൽ വിഷമമില്ല. ത്രിവിക്രം, വാ ത്രിവിക്രം. ത്രിവിക്രം, ആരാ? തൃശൂൽ. ആരാ? വാ തൃശൂൽ. ഞാൻ ഇവിടെയുണ്ട് തൃശൂൽ. ആരാത്? ത്രിവിക്രം, വരൂ ത്രിവിക്രം. ഞാൻ ഇവിടെയുണ്ട് തൃശൂൽ. ഹലോ തൃശൂൽ, ഞാൻ ഇവിടെയാണുള്ളത് തൃശൂൽ. ആരാത്? ഞാൻ ഇവിടെയുണ്ട് ത്രിവിക്രം. ആ